നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകളെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൊതുവിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാരാണിതെന്നും CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീത്വത്തിനെതിരെ ഒരു തരത്തിലുമുള്ള ആക്രമണം തങ്ങൾ അനുവദിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനിടെ ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി ഉയർന്നിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിൽ നടി ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയാണ് പരാതി നൽകിയത്. ഇതോടെ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം. ഹണി റോസിന് വസ്ത്രധാരണത്തിന്റെ ഉപദേശം നൽകുക മാത്രമാണ് ചെയ്തത്. സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നാണ് തന്റെ നിലപാടെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം. രാഹുൽ ഈശ്വർ നിരന്തരം സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഇത് അശ്ലീല ദ്വയാർത്ഥ പ്രയോഗമാണെന്നായിരുന്നു ഹണി റോസിന്റെ കുറിപ്പിന്റെ ഉള്ളടക്കം. രാഹുൽ ഈശ്വർ സൈബർ ബുള്ളിങ്ങിന് നേതൃത്വം നൽകുന്നുവെന്നുമാണ് ഹണി റോസിന്റെ ആക്ഷേപം. സമാനമായ സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. ഹണി റോസിനെ ഒരു വാക്കുകൊണ്ട് പോലും താൻ അധിക്ഷേപിക്കുന്നത് കാണിച്ചാൽ വിചാരണ കൂടാതെ ജയിലിൽ പോകാമെന്ന് അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. ഹണി റോസ് നൽകിയ പരാതിയിന്മേലുള്ള കേസ് താൻ സ്വയം ബാധിക്കുമെന്നും ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് വിധേയമാക്കണമെന്നും രാഹുൽ ഈശ്വർ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു. തനിക്കെതിരെ അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ രംഗത്തെത്തിയത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുന്നുവെന്ന് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ ഈശ്വർ ഈ ആരോപണം നിഷേധിച്ചു. ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ ലൈംഗികാധിക്ഷേപം നടത്തുകയോ താൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കണം. താൻ മറുവാദം പോലും പറയില്ല. ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന 19ാം അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷനുമാണ്. ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ബാധകമാകണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഹണി റോസിനെ ഞാൻ മോശമാക്കി പറയുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കണമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ. താനൊരു അഭിഭാഷകനാണ്. തന്റെ കേസ് താൻ തന്നെ വാദിക്കും. രാമപിള്ള സാറിനെയോ മുകുൾ റോത്തഗിയെയോ വെക്കാനുള്ള കാശ് തന്റെ കയ്യിലില്ല. ഹണി റോസ് കേസിന് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹണി റോസ് എടുക്കുന്ന സമീപനം, ഹണി റോസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇവയും കൂടി നമ്മൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ബോച്ചെ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. പക്ഷെ ബോച്ചെ ചെയ്തത് തെറ്റാണ്. ബോച്ചെ മാപ്പ് പറയണമെന്ന് ആദ്യം TV ചാനലുകളിൽ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ബോച്ചെ ചെയ്തതിനെ ആരും ന്യായീകരിച്ചിട്ടില്ല. അമല പോൾ എന്ന പ്രഗത്ഭയായ അഭിനേത്രി എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ വളരെ ലോ നെക്ക് ലൈനുള്ള വസ്ത്രം ധരിച്ചെത്തി. അതിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ലോ നെക്ക് ലൈനുള്ള മിനിസ്കേർട്ടുള്ള കുട്ടിയെടുപ്പിട്ട് കോളേജിൽ പോകരുത്? എന്തുകൊണ്ടാണ്? കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികൾക്ക് അത് ചീത്ത മാതൃകയാകും, ആൺകുട്ടികൾ കുറവും. അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളുകളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കും. നൈറ്റ് ക്ലബിൽ പോകുന്ന വസ്ത്രം ധരിച്ചാണോ കോളേജിൽ പോകുന്നത്? അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ്? എല്ലാ കാര്യത്തിലും ചില ലക്ഷണരേഖകളുണ്ട്. അത് നമ്മൾ ലംഘിക്കരുതെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്.